ഹലോ, പിന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക് ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ എല്ലാവരും വലിയൊരു സംഭവമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വാനില സ്പോഞ്ചും ചോക്ലേറ്റ് സ്പോഞ്ചും പിന്നെ നമ്മൾ റെഡ് സ്പോഞ്ച് കേട്ടോ, റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പോഞ്ചുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കുറേ റെസിപ്പികളൊക്കെ ഈ ഒരു 3 കേക്കും ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പല കളറിൽ, അതായത് റെയിൻബോ കളറിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഒരു കളറൊക്കെ ചേർത്തിട്ട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കേക്കിന് ലെയറാക്കിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാകത്തിലുള്ള ഒരു ലെയർ കേക്ക് ആക്കി എടുക്കാനുള്ള ആ ഒരു പാകത്തിൽ ഒരു ലെയർ ആക്കി എടുത്തിട്ട് നമുക്കത് ഇതുപോലെ എന്തെങ്കിലും ഒരു കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു അടപ്പ് വെച്ചിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ന്യൂട്ടെല്ല ബോട്ടിലിൻ്റെ ഒരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു പാകത്തിൽ ഒരു ഭംഗി കിട്ടുന്ന ആ ഒരു പാകത്തിലുള്ള റൗണ്ടിലുള്ള ഒരു അളവാണ്. പിന്നെ ഇതിൻ്റെ സൈഡൊന്നും അത്ര ക്ലിയർ ആയിട്ട് ഇരിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. സൈഡൊക്കെ അങ്ങനെ ഇങ്ങനെ ആയാലും ഒന്നും കുഴപ്പമില്ല. നമ്മൾ ആ ഒരു നീളത്തിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഓരോ പീസിൽ നിന്നും എത്രത്തോളാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഫ്ലേവറിലുള്ള കേക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റും റെഡും വൈറ്റും അങ്ങനെ 3 കളറിലാണ് കേട്ടോ. അതുപോലെ നമ്മൾ റെയിൻബോ കളറിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ തന്നെ കളറൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേർത്തിട്ട് അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആവശ്യം എന്താ, ഇതുപോലൊരു സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ 2 ടയർ 3 ടയർ കേക്കിലൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കുന്ന ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇനി ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് തിക്കാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഈ ഒരു സ്റ്റിക്ക് ഇളകി പോവാത്ത രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്ക് ഇതുപോലെ ഇളകുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഞാനൊരു കുറച്ച് വലിയൊരു ഫോയിൽ പേപ്പറും കൂടി എടുത്തിട്ട് ഈ ഒരു സ്റ്റിക്കിലൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് ഈ ഗ്ലാസ് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള മാത്രം ഹോള് മതി കേട്ടോ ഫോയിൽ പേപ്പറിന്. അപ്പോൾ അത് ഒട്ടും അനങ്ങാതെ നിൽക്കും. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിൽ കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വാനിലേൻ്റെ ഒരു ഫ്ലേവർ കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു അതിൻ്റെ നടുഭാഗത്തായിട്ട് സ്റ്റിക്ക് കുത്തിയിട്ട് ഇതുപോലെ സ്റ്റിക്കിലൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നത് ക്രീമോ അല്ലെങ്കിൽ ഐസ്ക്രീമോ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഉടനെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം ഞാൻ 2 ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. വാനില എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീമൊക്കെ എടുക്കാം. ഞാൻ 2 ഫ്ലേവറും കൂടെ ഓരോ ലെയറിലും വേറെ വേറെ ഫ്ലേവറാക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 2 ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാനില കേക്കിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം കുറച്ച് വാനില ഐസ്ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു കേക്ക് ലെയറിൻ്റെ ആ ഒരു കട്ടിയിൽ തന്നെ വാനില ഐസ്ക്രീം ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കൂപ്പ് വെച്ചിട്ടാകുമ്പോൾ ഐസ്ക്രീം കുറച്ച് കൂടുതലായി പോകും. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഐസ്ക്രീം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഐസ്ക്രീമൊക്കെ മെൽറ്റായി പോവും. അപ്പോൾ നമ്മളിത് ഈ ഒരു ഇതിൻ്റെ ഒരു സെറ്റിങ് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഐസ്ക്രീം ആകുമ്പോഴാണ് കേട്ടോ നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് മുകളിലെത്തുമ്പോഴേക്കും താഴെയുള്ളതൊക്കെ മെൽറ്റായി പോവുമല്ലോ. പിന്നെ ക്രീം ആകുമ്പോൾ അതിൻ്റെ കുഴപ്പമില്ല, നമ്മൾ സാധാരണ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സാവധാനം ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഐസ്ക്രീം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് അടുത്ത ഫ്ലേവറിലുള്ള കേക്ക് ഏത് ഫ്ലേവറാണോ നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനി റെഡ് സ്പോഞ്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. റെഡ് സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത്.
അതും നമ്മൾ ഇതുപോലെ സ്റ്റിക്കിലൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറി ഐസ്ക്രീമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാ സ്ട്രോബെറിയുടെ ഈ ഒരു ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ മാറിയിട്ട് ഓരോ ഫ്ലേവറും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇനി കൂടുതലായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സാവധാനം കാണിച്ചത്. ഇനി ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, വൈറ്റ് കളറ് കേക്ക്, പിന്നെ വൈറ്റ് നമ്മുടെ വാനില ഐസ്ക്രീം വെച്ച് കൊടുത്തു, പിന്നെ റെഡ് കേക്ക് സ്ട്രോബെറി ഐസ്ക്രീം വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വാനില ഐസ്ക്രീമോ സ്ട്രോബെറി ഐസ്ക്രീമോ, കൂടുതൽ ചോക്ലേറ്റിലേക്ക് വാനില ആയിരിക്കും കേട്ടോ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഫുള്ളാവുന്നത് വരെ കേക്കുകളും ഐസ്ക്രീമും ലെയറിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതൊരു കുഞ്ഞു പീസ് കേക്കും കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് സെറ്റ് ചെയ്തത് കാരണം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ഞാൻ ആ ഒരു എങ്ങനെയാണോ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സാവധാനം കാണിച്ചു തന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ഐസ്ക്രീമൊക്കെ മെൽറ്റായി പോവും. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ കൂടെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീമിനേക്കാളും നല്ല ടേസ്റ്റാണ് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. ഇനി ഞാൻ ഇതിൻ്റെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു സംഭവമാണ് കോൺഫ്ലെക്സ്. അപ്പോൾ ഐസ്ക്രീമിലേക്ക് കോൺഫ്ലെക്സ് ഇട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ ചുറ്റിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലൂടെ ഇതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗണാഷ് ഒഴിക്കണം എന്നൊരു നിർബന്ധമില്ല. ഈ ഒരു ഐസ്ക്രീമിൻ്റെ അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ആയതുകൊണ്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സാധാരണ വിപ്പിംഗ് ക്രീമൊക്കെ ആണെങ്കിൽ ഗണാഷും കൂടെ ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ഐസ്ക്രീം ആകുമ്പോൾ ഗണാഷ് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഞാനിത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാണാനൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഷവർമ്മയൊക്കെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. മുകളിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവന്നിട്ട് എല്ലാ ഫ്ലേവറിലുള്ള കേക്കും എല്ലാ ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കോൺഫ്ലെക്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.